ഹായ്, വെൽക്കം ടു JM ലേൺ സെന്റർ. ഇന്ന് നമ്മളൊരു ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ സെക്കൻഡ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ്, ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ്. ഈ ഒരു ചാപ്റ്ററിന്റെ ഹാഫ് പാർട്ട് നമ്മൾ നേരത്തെ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കി നോക്കാം. ഇതുവരെ എന്താണ് സംഭവിച്ചത് ഈ സ്റ്റോറിയിൽ? ഇതൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്, സിമ്പിൾ സ്റ്റോറിയാണ്, വളരെ ചെറിയ കുട്ടികൾക്ക് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്റ്റോറിയാണ്. ഇവിടെ മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കുട്ടിയാണ്, എ ലിറ്റിൽ ബോയ്, ഒരു ചെറിയൊരു ആൺകുട്ടിയാണ്. അവന് ബോറടിച്ചിരിക്കുന്ന സമയത്ത് അവൻ അവൻ്റെ അമ്മയോട് പറയുന്നു, എനിക്ക് ബോറടിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് അമ്മ പല ഓപ്ഷൻസും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് ചെയ്യാലോ ഇത് ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് കുട്ടി അതൊന്നും സമ്മതിച്ചില്ല. അവസാനം അമ്മ ഇവന്റെ പ്രായത്തിൽ, അഥവാ ഈ കുട്ടിയുടെ പ്രായത്തിൽ അമ്മയ്ക്ക് ബോറടിച്ച സമയത്ത് അമ്മയുടെ അമ്മ, അതായത് ഈ കുട്ടിയുടെ ഗ്രാൻഡ് മദർ, നമ്മുടെ ഈ ചെറിയ ലിറ്റിൽ ബോയ് അവന്റെ ഗ്രാൻഡ് മദർ അവന്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, അത് ഈ അമ്മ തന്റെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു കാര്യം കണ്ടെത്താനാണ് അത്. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത്? നമ്മുടെ ടൈറ്റിൽ തന്നെയാണ്. എന്താണ് കണ്ടെത്താനുള്ളതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ടൈറ്റിൽ തന്നെയാണ്, ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ്. ഇതാണ് ഈ കുട്ടിക്ക് കണ്ടെത്താനുള്ളത്. എന്താണ് കണ്ടെത്താനുള്ളത്? ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ്. അത് ഇവിടെ ഈ ബ്ലോക്കിൽ തന്നെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. കുട്ടിക്ക് ഒരിക്കലും സ്ട്രീറ്റ് ക്രോസ് ചെയ്യുക പോലും വേണ്ട എന്ന് പറഞ്ഞു, അല്ലേ? അവരുടെ അടുത്ത് തന്നെയുണ്ട്, പക്ഷെ കുട്ടി അത് കണ്ടെത്തണം, അല്ലേ? പുറത്തിറങ്ങിയിട്ട് കണ്ടെത്തണം എന്നാണ് മദർ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം കുട്ടിക്ക് അത് കിട്ടിയോ എന്നുള്ള കാര്യം. അവന് കുറെ സെർച്ച് ചെയ്തു, ആ ബ്ലോക്കിൽ കുറെ മുകളിലേക്കും താഴേക്കൊക്കെ നടന്ന് കുറെ തെരഞ്ഞു നോക്കി. പക്ഷെ ഇതുവരെ നമ്മൾ പഠിച്ച അതുവരെ നോക്കിയിട്ട് നമുക്ക് മനസ്സിലായത് എന്താണ്? കുട്ടിക്ക് അത് കിട്ടിയിട്ടില്ല. കുട്ടി ഇഷ്ടം പോലെ വീടുകൾ കണ്ടു, പക്ഷെ റെഡ് കളർഡ് ഹൗസസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിലൊന്നും എന്തില്ല, ഈ മുഴുവൻ കണ്ടീഷൻസ് പറയാം. എന്താണ് കണ്ടീഷന്? എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ് ആൻഡ് നോ ഡോസ്, എ ചിമ്മിനി ഓൺ ടോപ്പ് ആൻഡ് എ സ്റ്റാർ ഇൻ ദ മിഡിൽ. ഈ കണ്ടീഷൻസ് ഉള്ള ഒരു വീട് കുട്ടിക്ക് കണ്ടെത്താനായില്ല. അതുവഴി ഒരു മെയിൽ കാരിയർ പോയി. ആ മെയിൽ കാരിയർക്ക് ആ ഒരു ബ്ലോക്ക് മൊത്തം പരിചിതമായിരിക്കുമല്ലോ, പക്ഷെ അദ്ദേഹത്തിനും ഇങ്ങനത്തെ ഒരു വീട് അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നോക്കാം നമുക്ക് കുട്ടിക്ക് ഈ ഒരു വീട് കണ്ടെത്താൻ പറ്റുമോ എന്ന്. He stopped again to think and looked up to see a police car cruising down the street. അവന് വീണ്ടും അവിടെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. കുറച്ച് സമയം ചിന്തിച്ചുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തപ്പോൾ എന്ത് കണ്ടു? ഒരു പോലീസ് കാർ കണ്ടു. പോലീസ് കാർ അതിലൂടെ ഇങ്ങനെ വെറുതെ ട്രാവൽ ചെയ്യുന്നതായിട്ട് കണ്ടു. It pulled up alongside him and a പോലീസ് ഓഫീസർ പോക്ഡ് ഹർ ഹെഡ് ഔട്ട് ഓഫ് ദ വിൻഡോ. അത് അവന്റെ സൈഡിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് അതിൽ നിന്നും ഒരു ലേഡി പോലീസ് ഓഫീസർ തല പുറത്തേക്കിട്ട് നോക്കി. ലിറ്റിൽ ബോയ്, ആർ യു ലോസ്റ്റ്? അവരും അതേ ചോദ്യം നമ്മുടെ മെയിൽ കാരിയർ ചോദിച്ച പോലെ തന്നെ അവരും ചോദിച്ചു. ഓ നോ, ദ ലിറ്റിൽ ബോയ് റിപ്ലൈഡ്, ഐ ലിവ് അറ്റ് ഐവി റോക്ക് ലെയിൻ, ബ്രിഡ്ജ് വാട്ടർ, ന്യൂ ജേഴ്സി. സെയിം റിപ്ലൈ, അല്ലെ? മെയിൽ കാരിയറോട് പറഞ്ഞ അതേ റിപ്ലൈ തന്നെ നമ്മുടെ കുട്ടി കൊടുത്തു. That's right around the block, the police officer said. No, you are not lost. The little boy asked, do you know where everyone lives around here? നിങ്ങൾക്ക് ഇവിടെ എല്ലാവരും താമസിക്കുന്നത് എവിടെയാണെന്ന് അറിയോ? I'm looking for a special house. I asked the mail carrier and he didn't know where it was. ഞാനൊരു സ്പെഷ്യൽ ഹൗസ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനത് മെയിൽ കാരിയറോട് ചോദിച്ചു, പക്ഷെ അദ്ദേഹത്തിന് അത് അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിച്ചു. ആരോട്? പോലീസ് ഓഫീസറോട് നമ്മുടെ ലിറ്റിൽ ബോയ് ചോദിച്ചു. The officer said, little boy, I know this neighborhood like the back of my hand. എനിക്ക് ഈ നെയ്ബർഹുഡ്, ഈ ഒരു അയൽപ്പക്കം മുഴുവൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഐ ഡ്രൈവ് അപ്പ് ദീസ് സ്ട്രീറ്റ്സ് ആൻഡ് ഡൗൺ ദീസ് സ്ട്രീറ്റ്സ് എവറി ഡേ. ഞാൻ ഈ സ്ട്രീറ്റ് മുകളിലേക്കും താഴേക്കും എന്നും ഞാൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. മേക്കിംഗ് ഷുവർ തിങ്സ് ആർ സേഫ് അറൌണ്ട് ഹിയർ. എന്തിനായിരുന്നു ഇത് ഡ്രൈവ് ചെയ്യുന്നത്? എന്തിനാണ് ട്രാവൽ ചെയ്യുന്നത്? എല്ലായിടത്തും സേഫ് അല്ലേ, കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. വാട്ട് ഹൗസ് ഡു യു വാണ്ട് ടു ഫൈൻഡ്? ആട്ടെ, നിനക്ക് കണ്ടെത്താനുള്ള ആ വീട് ഏത് തരത്തിലുള്ളതാണ്? ഏത് വീടാണ്? The little boy said, my mother sent me to find a little round red house with no windows and no doors, a chimney on top and a star in the middle. കുട്ടി കാര്യങ്ങൾ പറഞ്ഞു, ഇതുപോലത്തെ ഒരു വീടാണ് എനിക്ക് കണ്ടെത്താനുള്ളത്. Little boy, the officer said, I have been past every house in this town, but I have never seen a house like that before. Are you sure that is what your mother said? ഞാൻ ഈ ടൗണില് എല്ലാ വീടുകളും എനിക്കറിയാം, എല്ലാ വീടുകളും ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുപോലത്തെ ഒരു വീട് ഞാൻ കണ്ടിട്ടേ ഇല്ല. നീ പറഞ്ഞ കണ്ടീഷൻസ് ഉള്ള ഒരു വീട്
ഞാൻ കണ്ടിട്ടില്ലേ, നിനക്ക് ഉറപ്പാണോ നിന്റെ മദർ അത് തന്നെയാണോ പറഞ്ഞത്? ഓ യെസ്, ദ ലിറ്റിൽ ബോയ് ആൻസേർഡ്. അത് തന്നെയാണ്, ഐ എം ഷുവർ. She said she found the same house when she was just my age. So I know it is real. എൻ്റെ പ്രായത്തിൽ എൻ്റെ മദറും ഈ വീട് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അത് സത്യമാണ്. The police officer said, "Sorry, I can't help you, buddy. I have got to be getting back to my street patrol." പോലീസ് ഓഫീസർ എന്ത് പറഞ്ഞു? സോറി, എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല. എനിക്ക് എന്ത് ചെയ്യാനുണ്ട്? ഈ സ്ട്രീറ്റ് പെട്രോളിങ്ങിന് പോകാനുണ്ട്. സോ ഞാൻ തിരിച്ചു പോവുകയാണ്. വേവിങ് ഗുഡ് ബൈ ഷീ ഡ്രോവ് ഡൗൺ ദ റോഡ്. അവരും ഗുഡ് ബൈ പറഞ്ഞിട്ട് പോയി. ദ ലിറ്റിൽ ബോയ് വാസ് ഗെറ്റിംഗ് ഡിസ്കറേജ്ഡ്. ഇതുകൂടി ആയപ്പോൾ, കാരണം മെയിൽ കാരിയർ, പോലീസ് ഓഫീസർ, ഇവർ രണ്ടുപേർക്കും ആ ഒരു സ്ട്രീറ്റ്, ആ ഒരു ബ്ലോക്ക് മുഴുവൻ നന്നായിട്ട് അറിയുന്നതാണ്, ഓരോ വീടുകളും അറിയുന്നതാണ്. എന്നിട്ട് പോലും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ കുട്ടിക്ക് നിരാശയായി. ഹിസ് മദർ സെഡ് ഹി വുഡൻ ഈവൻ നീഡ് ടു ക്രോസ് ദ സ്ട്രീറ്റ്. പക്ഷെ മദർ എന്താ പറഞ്ഞത്? അവന് ഈ സ്ട്രീറ്റ് ക്രോസ് ചെയ്യുക പോലും വേണ്ട എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് നോ മാറ്റർ ഹൗ ഹാർഡ് ഹീ ലുക്ക്ഡ്. പക്ഷെ അവൻ അത്രയും സെർച്ച് ചെയ്തിട്ടും അവന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഹി കുഡ് നോട്ട് ഫൈൻഡ് ദ ഹൗസ് ഹി വാസ് ലുക്കിംഗ് ഫോർ. അവന് തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു വീട് അവന് കണ്ടെത്തിയില്ല. ദർ വാസ് ജസ്റ്റ് വൺ മോർ ഹൗസ് ടു ചെക്ക്. ഇനിയൊരു വീട് കൂടി പരിചയപ്പെടാണ്ട്, ഇനിയൊരു വീട് കൂടി ചെക്ക് ചെയ്യേണ്ട. അതെന്തായിരുന്നു? ആൻഡ് ദാറ്റ് വാസ് മിസ്റ്റർ ഫെസേഴ്സ് ഹൗസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ബ്ലോക്ക്. അത് ഈ ബ്ലോക്കിന്റെ അറ്റത്തുള്ള മിസ്റ്റർ ഫെസറുടെ വീടാണ്. ആ വീട് മാത്രം ഞാൻ നോക്കിയിട്ടില്ല. മിസ്റ്റർ ഫെസർ ഹാഡ് ലിവ്ഡ് ഇൻ ദ നെയ്ബർഹുഡ് ലോങ്ങർ ദാൻ എനിവൺ. ഈ മിസ്റ്റർ ഫെസർ എന്ന് പറഞ്ഞിട്ടുള്ള ആള് ഇവിടെയുള്ള ഈ നെയ്ബർഹുഡിലെ ഏറ്റവും പഴയ താമസക്കാരനാണ്. Years and years ago, there were many farms in Bridgewater, but one by one the land had been sold and houses were built where there had once been fields of Jersey tomatoes and white corn. ഒരു കാലത്ത് ഈ ബ്രിഡ്ജ് വാട്ടർ എന്ന് പറഞ്ഞാൽ നിറയെ ഫാംസ് ആയിരുന്നു. പിന്നീട് അതെന്തായി? സ്ഥലങ്ങൾ ഓരോന്നായിട്ട് വിൽക്കുകയും അവിടെയൊക്കെ വീടുകൾ വരാനും തുടങ്ങി. ഓരോരുത്തർ താമസിക്കാൻ തുടങ്ങി. മിസ്റ്റർ ഫെസർ ഫാം വാസ് ദ ലാസ്റ്റ് വൺ ലെഫ്റ്റ് ഇൻ ദ നെയ്ബർഹുഡ്. ഇനി അവരുടെ ആ നെയ്ബർഹുഡിൽ, അവരുടെ ആ ഒരു ചുറ്റുവട്ടത്ത് അവശേഷിക്കുന്ന ഒരേ ഒരു ഫാം എന്ന് പറഞ്ഞാൽ അത് മിസ്റ്റർ ഫെസറുടെ ഫാം ആണ്. ബാക്കി എല്ലാം വീടുകൾ വെച്ച് ആളുകൾ താമസിക്കുന്ന ഇടങ്ങളായിട്ട് മാറി. ഹി റാൻ എ സ്മോൾ ഫാം സ്റ്റാൻഡ് ആൻഡ് സോൾഡ് ദ ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഹി ഗ്രൂ ഇൻ ഹിസ് ഗാർഡൻസ് ആൻഡ് ഓർച്ചാർഡ്സ്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ചെറിയൊരു ഫാം ഉണ്ട്. അവിടെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ കൃഷി ചെയ്യുകയും അത് അദ്ദേഹം അവിടെ വിൽക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ തന്നെ ഉണ്ടാക്കുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സും അദ്ദേഹം വളർത്തി വിൽക്കുന്നുണ്ടായിരുന്നു. ഇഫ് എനിവൺ നോസ് വേർ ദാറ്റ് ഹൗസ് ഈസ് ഹി ഷുഡ് ദ ലിറ്റിൽ ബോയ് റീസൺ. അപ്പോൾ ഇനി ആ വീടായിരിക്കും ഞാൻ വിചാരിച്ചിട്ടുള്ള വീട് എന്ന് കരുതി നമ്മുടെ ബോയ് അങ്ങോട്ട് പോവുകയാണ്. So up he trudged to Mr. Fez's barn and peered inside. If anyone knows where that house is, he should. അപ്പോൾ മിക്കവാറും ആ വീടായിരിക്കും എന്നുള്ള രൂപത്തിൽ കുട്ടി അങ്ങോട്ട് പോവുകയാണ്. ദ ലിറ്റിൽ ബോയ് റീസൺ. സോ അപ്പ് ഹി ട്രച്ച്ഡ് ടു മിസ്റ്റർ ഫെസേഴ്സ് ബാൻ ആൻഡ് പീഡ് ഇൻസൈഡ്. അങ്ങനെ അവൻ ആകെ ക്ഷീണിതനായിട്ട് മിസ്റ്റർ ഫെസറുടെ ബാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ കെട്ടിടം, ആ ഒരു ധാന്യപ്പുര, അവിടേക്ക് പോയിട്ട് അവനെ ഉള്ളിലേക്ക് നോക്കി. There was the farmer. അവിടെ ആ ഫാർമർ ഉണ്ടായിരുന്നു. ആരായിരുന്നു ഫാർമർ? മിസ്റ്റർ ഫെസർ. പാക്കിംഗ് ആപ്പിൾസ് ഇൻടു ബോക്സസ്. അദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു? ആപ്പിൾസ് പാക്ക് ചെയ്യുകയായിരുന്നു, ഓരോ ബോക്സുകളിലേക്ക് പാക്ക് ചെയ്യുകയായിരുന്നു. ഹി ലുക്ക്ഡ് അപ്പ്. അദ്ദേഹം നോക്കി. വൈ, ഹലോ ദർ യങ് ഫെല്ലർ, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? കം ഫോർ എ ടേസ്റ്റ് ഓഫ് മൈ ആപ്പിൾ സിഡർ. ഹലോ, ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരേണ്ടതുണ്ടോ? നിങ്ങൾക്ക് എൻ്റെ ആപ്പിൾ സിഡർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമോ? ഹി poured a cup and handed it to the little boy. അദ്ദേഹം ഒരു കപ്പ് ആപ്പിൾ സിഡർ ഒഴിച്ചിട്ട് കുട്ടിക്ക് കൊടുത്തു. നമ്മുടെ കുട്ടിയുടെ അവസ്ഥ എന്തായിരുന്നു? ഹീസ് ടയേർഡ്. നമ്മുടെ കുട്ടിയുടെ അവസ്ഥ എന്തായിരുന്നു? ഹി വാസ് ടോട്ടലി ടയേർഡ്. ദ ലിറ്റിൽ ബോയ് ഡ്രാങ്ക് ഇറ്റ് ഡൗൺ ഗ്രേറ്റ്ഫുള്ളി. അവൻ വളരെ നന്ദിയോടെ അത് കുടിച്ചു. ഹണ്ടിങ് ഫോർ ഹൗസസ് വാസ് തേഴ്സ്റ്റി വർക്ക്. ഓരോ വീടുകളും തെരഞ്ഞു നോക്കുക എന്ന് പറഞ്ഞാൽ അതൊരു തേഴ്സ്റ്റി വർക്കായിരുന്നു. അവൻ ആകെ ദാഹിച്ചിട്ടുണ്ടായിരുന്നു, ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു.
ദ സിഡർ ടേസ്റ്റ് സ്വീറ്റ് ആൻഡ് ടാർട്ട് ഓൾ അറ്റ് ദ സെയിം ടൈം. സിഡറിന് ഒരേ സമയം നല്ല മധുരവും ഉണ്ടായിരുന്നു, അതുപോലെ ഒരു പുളി കലർന്നൊരു എരിവും ഉണ്ടായിരുന്നു. താങ്ക്സ് ഫോർ ദ സിഡർ. കുട്ടി താങ്ക്സ് പറഞ്ഞിട്ട് ചോദിച്ചു. ദ ലിറ്റിൽ ബോയ് സെഡ്, മിസ്റ്റർ പ്രൊഫസർ, ക്യാൻ യു ഹെൽപ്പ് മീ? താങ്കൾക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ? ഐ എം ലുക്കിംഗ് ഫോർ എ ഹൗസ്. ഞാനൊരു വീട് തെരഞ്ഞു നോക്കുകയാണ്. ഇറ്റ് ഈസ് എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ് ആൻഡ് നോ ഡോർസ്, എ ചിമ്നി ഓൺ ടോപ്പ് ആൻഡ് എ സ്റ്റാർ ഇൻ ദ മിഡിൽ. അപ്പൊ കുട്ടി പറഞ്ഞു അത് ഏത് തരത്തിലുള്ള വീടാണെന്ന് മിസ്റ്റർ പ്രൊഫസർക്ക് പറഞ്ഞു കൊടുത്തു. ആൻഡ് മൈ മദർ സെഡ്, യു ഹാവ് ലിവ്ഡ് ഹിയർ ലോങ്ങർ ദാൻ എനിബഡി. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് നിങ്ങളാണ് ഇവിടെ മറ്റുള്ളവരെക്കാൾ മറ്റാരെക്കാളും ഏറ്റവും പഴയ താമസക്കാരിൽ നിന്ന് മദർ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഷീ ഫൗണ്ട് ദ ഹൗസ് വെൻ ഷി വാസ് മൈ ഏജ്. അതുപോലെ എൻ്റെ ഏജിൽ അവരും ഈ ഒരു വീട് കണ്ടെത്തിയിട്ടുണ്ട്. സോ ഐ തോട്ട് യു മൈറ്റ് നോ വേർ ഇറ്റ് ഈസ്. അപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും എവിടെയാണ് ആ വീട് എന്നുള്ള കാര്യം. മിസ്റ്റർ പ്രൊഫസർ സ്മൈൽഡ്. ഇത് കേട്ടപ്പോൾ നമ്മുടെ മിസ്റ്റർ പ്രൊഫസർ ഒന്ന് പുഞ്ചിരിച്ചു. സീംഡ് ടു മീ ഐ റിമെമ്പർ യുവർ മദർ വെൻ ഷീ വാസ് ജസ്റ്റ് എ ലിറ്റിൽ ഗേൾ. ഇപ്പോൾ എനിക്ക് നിന്റെ മദർ അവരൊരു ചെറിയ പെൺകുട്ടിയായിരുന്ന സമയത്ത് ഉള്ള കാര്യം എനിക്ക് ഓർമ്മ വരുന്നു. സീംസ് ടു മീ ഷീ കെയിം ടു ഫൈൻഡ് മീ ഓൺ എ ഡേ ജസ്റ്റ് ലൈക്ക് ടുഡേ. ഇതുപോലത്തെ ദിവസം അവരും എന്നെ കാണാൻ വന്നു. സീംസ് ടു മീ ദാറ്റ് ഷീ വാസ് ലുക്കിംഗ് ഫോർ എ ഹൗസ്. ഇതുപോലെ തന്നെ അവരും എന്ത് ചെയ്യുമായിരുന്നു, ആ ചെറിയ പെൺകുട്ടിയും ഒരു വീട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ജസ്റ്റ് ലൈക്ക് ദ വൺ യു ഹാവ് ഡിസ്ക്രൈബ്ഡ്. ഇത് ഇപ്പോൾ നീ വിശദീകരിച്ച നീ ഡിസ്ക്രൈബ് ചെയ്ത അതേ വീട്. ആൻഡ് സീംസ് ടു മീ ഐ ന്യൂ ജസ്റ്റ് വേർ ടു സെൻഡ് ഹർ. അപ്പോൾ ഞാൻ അവളെ എവിടെയാണ് പറഞ്ഞയച്ചതെന്ന് എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. ദ ലിറ്റിൽ ബോയ് റാൻ അക്രോസ് ദ ഫീൽഡ് ആൻഡ് അപ്പ് ദ ഹിൽ. ലിറ്റിൽ ബോയ് എന്ത് ചെയ്തു, ആ ഫീൽഡിലൂടെ ആ കൃഷിസ്ഥലത്തിലൂടെ ഓടിയിട്ട് ആ കുന്ന് കയറി. ഹി സ്റ്റൂഡ് അണ്ടർ വൺ ഓഫ് ദ ആപ്പിൾ ട്രീസ് ആൻഡ് ലുക്ക്ഡ് ഓൾ അറൗണ്ട്. അവനൊരു കുറെ ആപ്പിൾ ട്രീസ് ഉണ്ട്, അതിലൊരു മരത്തിന് താഴെ നിന്നിട്ട് ചുറ്റും നോക്കി. ദ വിൻഡ് വാസ് ബ്ലോയിങ് എ ഡാൻസിങ് ബ്രീസ് ആൻഡ് ഇറ്റ് ബ്ലൂ എ റെഡ് ആപ്പിൾ റൈറ്റ് ഓഫ് ദ ട്രീ. കാറ്റടിച്ച സമയത്ത് ഒരു റെഡ് കളർഡ് ആപ്പിൾ കറക്റ്റ് അവൻ്റെ അടുത്തേക്ക് വീണു. താങ്ക് ദ ആപ്പിൾ ലാൻഡഡ് അറ്റ് ഹിസ് ഫീറ്റ്. അവൻ്റെ കാലടിയിലേക്കാണത് വീണത്. പിക്കിംഗ് ഇറ്റ് അപ്പ് ദ ലിറ്റിൽ ബോയ് ടുക്ക് എ ക്ലോസർ ലുക്ക്. ആ റെഡ് ആപ്പിൾ അത് വീണല്ലോ, അതെടുത്തിട്ട് അതിന് നന്നായിട്ടൊന്ന് നോക്കി. എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ് ആൻഡ് നോ ഡോർസ്, ഹി സെഡ്, ടേണിംഗ് ഇറ്റ് ആൻഡ് ലുക്കിംഗ് അറ്റ് ഇറ്റ്സ് ഷൈനി റൗണ്ട് റെഡ് സർഫസ്. അതിൻ്റെ ആ തിളങ്ങുന്ന റൗണ്ട് ഷേപ്പിലുള്ള റെഡ് സർഫസ് നോക്കിയിട്ട് കുട്ടി എന്ത് പറഞ്ഞു, എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ് ആൻഡ് നോ ഡോർസ്, എ ചിമ്നി ഓൺ ടോപ്പ്, ഹി സെഡ് ടച്ചിങ് ദ സ്റ്റെം. അല്ലെ, ആപ്പിളിന്റെ മുകളിൽ ഒരു ചിമ്നി പോലെ എന്തുണ്ടാവും, ആ സ്റ്റെമ്മിന് ചെറിയൊരു പാർട്ട് ഉണ്ടായിരിക്കും. എ സ്റ്റാർ ഇൻ ദ മിഡിൽ. അപ്പോൾ മിഡിൽ നടുക്കുണ്ടാവും എന്ന് പറഞ്ഞ സ്റ്റാറോ അതെന്തായിരിക്കും? He put the apple in his raincoat pocket and ran all the way home. അവൻ്റെ ആപ്പിള് ആ പോക്കറ്റിലേക്ക് ഇട്ട് അവൻ്റെ റെയിൻകോട്ടിന്റെ പോക്കറ്റിലേക്ക് വെച്ചിട്ട് ഓടി വീട്ടിലെത്തി. മം മം he cried, I think I found it. എനിക്ക് തോന്നുന്നു ഞാൻ അത് കണ്ടെത്തി എന്നുള്ള കാര്യം. His mother smiled when he took the apple out of his pocket and handed it to her. അപ്പോൾ അവന് റെയിൻകോട്ടിന്റെ പോക്കറ്റിൽ നിന്നും ആ ആപ്പിൾ എടുത്തപ്പോൾ അവൻ്റെ അമ്മ പുഞ്ചിരിച്ചു. I think you did it too, she said. അപ്പോൾ അവൾ എന്താ പറഞ്ഞത്, അവരെന്താ പറഞ്ഞത്, അപ്പൊ നീ അത് ചെയ്തു അല്ലേ. A little round red house with no windows and no doors and a chimney on top. അതാണ് ഈ റെഡ് ആപ്പിൾ. But where is the star? He asked. പക്ഷേ സ്റ്റാർ എവിടെ? She picked up a sharp knife from the table. അപ്പോൾ മദർ എന്ത് ചെയ്തു, ഒരു നല്ല മൂർച്ചയുള്ള കത്തി എടുത്തിട്ട് placing the apple on its side on a plate. ഒരു പ്ലേറ്റിൽ ആപ്പിൾ വെച്ചു. She cut it in half right through its middle. അതിന്റെ കറക്റ്റ് നടുക്കിലൂടെ അതൊന്ന് കട്ട് ചെയ്തു. ഹാഫായിട്ട് രണ്ട് പീസസ്, അത് ഹാഫായിട്ട് 2 പീസാക്കിയിട്ട് കട്ട് ചെയ്തു. And there in the center was a star. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ എന്തുണ്ടായിരുന്നു, ഒരു സ്റ്റാർ ഉണ്ടായിരുന്നു. സ്റ്റാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. ആപ്പിള് നേരെ നടുവേ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആ സീഡ്സ് ഒക്കെ നിൽക്കുന്ന ഭാഗം ഏകദേശം ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിലായിരിക്കും, ഒരു സ്പേസ് ഉണ്ടായിരിക്കും. ഓ ഹൗ വണ്ടർഫുൾ,
The inside the apple lay a star holding 5 brown seeds. 5 ബ്രൗൺ കളറുള്ള വിത്തുകളുള്ള ഒരു സ്റ്റാർ എവിടെയുണ്ട്? നമ്മുടെ റെഡ് ആപ്പിളിന്റെ ഉള്ളിലുണ്ട്. ഉള്ളിൽ എന്ന് പറഞ്ഞാൽ കറക്റ്റ് മിഡിൽ നടുക്കായിട്ട്. It is too wonderful to eat without looking at the star, isn't it? ആ സ്റ്റാറിലേക്ക് നോക്കാതെ അത് കഴിക്കുമെന്ന് പറഞ്ഞത് വണ്ടർഫുൾ അല്ലേ? The little boy said to his mother, yes indeed, answered his mother. അങ്ങനെ അവസാനം നമ്മുടെ ലിറ്റിൽ ബോയ് ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് കണ്ടെത്തുകയാണ്. എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? എന്തായിരുന്നു ആ വീട്? യെസ്, ഇറ്റ് ഈസ് എ റെഡ് ആപ്പിൾ അല്ലേ? അപ്പോൾ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? നല്ലൊരു സ്റ്റോറി അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നുള്ള കാര്യം. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.